വളരെ പ്രധാനപ്പെട്ട ഒരു സമരം നടന്നത് റൗലത്ത് ആക്ടിനെതിരെയാണ്. നമ്മളതിനെ റൗലത്ത് സത്യാഗ്രഹ എന്ന് വിളിക്കും. The Rowlatt Act was the popular name for the Anarchical and Revolutionary Crimes Act of 1919 passed by the British Indian government. 1919 പാസാക്കിയ അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ആണ് റൗലത്ത് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദിസ് ആക്ട് വാസ് termed the Black Act by the Indian public because of its unjust and restrictive nature. Black Act എന്നാണ് പിന്നീട് ഇത് അറിയപ്പെട്ടിരുന്നത്. The act was passed by the Imperial Legislative Council on 18th March 1919. It's basically extended the emergency provisions imposed by the 1915 Defense of India Act that was passed during the First World War. അങ്ങനെ 1919 ഈ ബ്ലാക്ക് ആക്ട് എന്നറിയപ്പെടുന്ന റൗലത്ത് ആക്ട് വന്നപ്പം നേരത്തെ 1915 നിലനിന്നിരുന്ന ഒരു ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഉണ്ടായിരുന്ന ഒരു എമർജൻസി അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റൗലത്ത് ആക്ട് ഫലത്തിൽ ഉപയോഗിച്ചത്. The act gave the government the power to imprison any person suspected of terrorist activities for a maximum period of 2 years without trial. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമം അനുസരിച്ച് റൗലത്ത് ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് ഏതൊരാളെയും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. It also provided for preventive indefinite detention and also arrest without a warrant. മാത്രമല്ല അതിന് പുറമെ ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ വെക്കുക, അതായത് ഒരാൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അയാളെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള പ്രൊവിഷനും ഈ റൗലത്ത് ആക്ട് അനുസരിച്ചുണ്ടായിരുന്നു. Other provisions were juryless trials for forbidden political acts. മാത്രമല്ല ഒരു ജൂറി ഇല്ലാതെ ജഡ്ജ് ഇല്ലാതെ തന്നെ ട്രയൽസ് വിചാരണ നടത്താനുള്ള പ്രൊവിഷൻസും ഈ ഒരു നിയമത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് അതിനൊരു ബ്ലാക്ക് ആക്ട് എന്ന് വിളിക്കുന്ന ഒരു കരി നിയമം എന്ന് വിളിച്ചത്. Convicted people were to deposit securities upon their release and also refrain from taking part in any political, religious or educational activities. അതുകൊണ്ട് തന്നെ ഇത്തരം റൗലത്ത് ആക്ടിന്റെ കീഴിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വലിയൊരു തുക കെട്ടിവെച്ചിട്ടാണ് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നത്. And they were also expected to refrain from taking part in political, religious or educational activities. മാത്രമല്ല യാതൊരു പൊതു പ്രവർത്തനത്തിലും പങ്കാളികളാവാൻ അവരെ പിന്നീട് അനുവദിച്ചിരുന്നില്ല. The Rowlatt Act was also severely curbed the freedom of the press. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രൊവിഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളെയും ഇത് കാര്യമായിട്ട് സെൻസർ ചെയ്തിരുന്നു. All the Indian members of the Imperial Legislative Council opposed the bill. Despite this, the bill was passed. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഇന്ത്യക്കാരായിട്ടുള്ള മെമ്പേഴ്സ് ഈ ഒരു ബില്ല് പാസ്സാക്കുന്ന എതിർത്തുവെങ്കിലും it was passed. And the act which gave the police huge powers was opposed by the people. The act was described as no dalil, no wakil, no appeal. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തരത്തിലുള്ള റെപ്രസെന്റേഷനും ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയില്ല. ഒരു വക്കീലിനെ വെക്കാനോ അല്ലെങ്കിൽ അപ്പീൽ പോകാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് നോ ദലീൽ, നോ വക്കീൽ, നോ അപ്പീൽ എന്ന് വിളിച്ചിരുന്ന ഈ ഒരു ആക്ടിനെ. All Indian leaders opposed the act. While the government was adamant about passing the bill, Gandhi thought that constitutional measures would be in vain, and so he proposed a nationwide hartal in protest. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെതിരെ റൗലത്ത് ആക്ടിന്റെ എതിരെ ശക്തമായിട്ടുള്ള ഒരു ദേശീയ തലത്തിൽ അഖില ഭാരത തലത്തിൽ ഒരു ഹർത്താൽ ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത്. ദിസ് വാസ് നോൺ ആസ് ദ റൗലത്ത് സത്യാഗ്രഹ. ഇതിനെയാണ് നമ്മൾ റൗലത്ത് സത്യാഗ്രഹ എന്ന് വിളിക്കുന്നത്. ആൻഡ് April 6 was designated date for the hartal to begin. People would refrain from going to work and hold meetings against the repressive act. അപ്പോൾ ആളുകൾ ഹർത്താൽ ആചരിച്ചു, ജോലിക്ക് പോകാതെ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചാണ് ഇതിനെതിരെ April 6 ആളുകൾ പ്രതിഷേധം അറിയിച്ചത്. The government clamped down heavily on the people.
There were violent clashes in many parts. While the Hartal was successful in Delhi, Punjab and a few other places witnessed violence. In the wake of the violence, the Hartal was suspended by Gandhi. അപ്പോൾ വളരെ മൃഗീയമായിട്ടാണ് ഈ ഹർത്താലിനെ, റൗലത്ത് ആക്ടിനെതിരെയുള്ള ഹർത്താലിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തിയത്. അത് വലിയ ഒരു അക്രമത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഗാന്ധിജി റൗലത്ത് സത്യാഗ്രഹം, ഹർത്താൽ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The protests were very intense in Punjab. Two Congress leaders, Dr. Satyapal and Dr. Saifuddin Kichlu were arrested. രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തു പഞ്ചാബില്. The army was deployed in Punjab where martial law was enacted. The infamous Jallianwala Bagh massacre took place in Amritsar on 13th April 1919. ഇതേ മാസം തന്നെയാണ്, ഏപ്രിൽ 13-ാം തീയതി 1919 വളരെ ഇൻഫേമസ് ആയിട്ടുള്ള, കുപ്രസിദ്ധമായിട്ടുള്ള ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. The people had gathered at the enclosed garden to celebrate Baishagi and also to condemn the arrest of the two leaders. Colonel Reginald Dyer arrived there with his troops and without warning fired upon the unarmed crowd. According to the inquiry conducted by the International Congress leader, around 1,500 people were killed that day. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ റൗലത്ത് ആക്ടിനെതിരെയുള്ള ശക്തമായ സമരം പഞ്ചാബിൽ നടന്നു. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരായ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബൈശാഖി ആഘോഷങ്ങൾക്കും വേണ്ടിയാണ് ജാലിയൻ വാല ബാഗിലെ ആളുകൾ ഒത്തുകൂടുന്നത്. അപ്പോൾ അവിടേക്ക് ജനറൽ ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ തൻ്റെ ട്രൂപ്പുമായിട്ട് വരുന്നു. എന്നിട്ട് അകത്തുള്ള ആളുകളെ, ഒരൊറ്റ എൻട്രൻസ്, ചെറിയൊരു എൻട്രൻസ് മാത്രമാണ് പുറത്തേക്ക് പോകാനുള്ളൂ. ആ എൻട്രൻസിലൂടെ അകത്തോട്ട് കടന്നു വന്ന് എല്ലാവർക്കും എതിരെ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ, എല്ലാവർക്കും എതിരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. 1500-ലധികം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇതാണ് Jallianwala Bagh massacre. In March 1922, the Rowlatt Act and 22 other acts were repealed by the government. 1922 വരെ ഈ റൗലത്ത് ആക്ടും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നിയമങ്ങളും നിലനിന്നു. In March 1922 the Rowlatt Act along with some other acts repealed by the government. So the Jallianwala Bagh massacre, the British government during the World War I enacted a series of repressive emergency powers that were intended to combat subversive activities. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റിപ്രസീവ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്. By the war's end, expectations were high among the Indian populace that those measures would be eased and that India would be given more political autonomy. The Montague-Chelmsford report presented to the British government in 1980 did in fact recommend limited local self-government. അപ്പോൾ ഇന്ത്യക്കാർക്ക് യുദ്ധം കഴിഞ്ഞാൽ 1918 യുദ്ധം അവസാനിച്ചു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല 1918 Montague-Chelmsford റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. The then government of India passed what became known as the Rowlatt Acts in the 1990. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൗലത്ത് ആക്ട്സ് 1919 പാസ്സാക്കുന്നത്, which essentially extend the repressive wartime measures. അപ്പോൾ നേരത്തെ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ പുതിയ അവസ്ഥയാണ് റൗലത്ത് ആക്ട് പാസ്സാക്കിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് വന്നത്. The acts were met by widespread anger and discontent among Indians, notably in the Punjab region. And Gandhi in early April called for a one-day general strike. നമ്മൾ നേരത്തെ കണ്ടു റൗലത്ത് സത്യാഗ്രഹ എങ്ങനെയാണ് ഗാന്ധിജി അതിനെതിരെ ഒരു
ദേശീയ തലത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നും അതിലെ ആളുകൾ പങ്കെടുത്തതെന്നൊക്കെ നമ്മൾ കണ്ടു. In Amritsar, the news that prominent Indian leaders Satyapal and Saifuddin Kichlu had been arrested and banished from that city sparked violent protests on April 10, in which soldiers fired upon civilians and angry mobs killed several foreign nationals. നേരത്തെ കണ്ടതാണ് പഞ്ചാബിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരായിട്ടുള്ള സൈഫുദ്ദീൻ കിച്ലു, സത്യപാല്, ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. അതിനുശേഷം a force of several dozen troops commanded by Brigadier General Reynald Edward Harry Dyer was given the task of restoring order. Among the measures taken was a ban on public gatherings. അപ്പം അങ്ങനെ ഈ പഞ്ചാബിലെ ഈ പ്രതിഷേധം കൊടുമ്പിരി ഇരിക്കുന്ന സമയത്താണ് ഡയറിന് കീഴിൽ അവിടുത്തെ കാര്യങ്ങളുടെ ചുമതല ജനറൽ ഡയറിന് ഏൽപ്പിക്കുന്നത്. And on the afternoon of April 13, a crowd of at least 10,000 men, women and children gathered in the Jallianwala Bagh, which was nearly completely enclosed by walls and had only one exit. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്ട് 10,000-ഓളം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന ഒരൊറ്റ എൻട്രൻസ് മാത്രമുള്ള ഒരു സ്ഥലത്ത് പബ്ലിക് പ്ലേസിൽ അവര് കൂട്ടം കൂടുന്നു. അവരുടെ രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന് ബൈശാഖി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും മറ്റൊന്ന് സൈഫുദ്ദീനും അതുപോലെ തന്നെ സത്യപാലും ഈ രണ്ടുപേരെയും പുറത്ത് ഇറക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കൊണ്ടുപോയിരുന്നു. It is not clear how many people there were protesters who were defying the ban on public meetings and how many had come to the city from the surrounding region to celebrate Baishagi. എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ള കണക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. Dyer and his soldiers arrived and sealed off the exit. Without warning, the troops opened fire on the crowd, reportedly shooting hundreds of rounds until they ran out of ammunition. അപ്പോൾ ഡയറിന്റെ നേതൃത്വത്തിൽ അവിടെ വന്ന പട്ടാളക്കാര് യാതൊരു സൂചനയും കൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. അവരത് അവസാനിപ്പിക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള വെടിയുണ്ടകളൊക്കെ തീരുന്ന സമയത്താണ്. അതുവരെ തുടർച്ചയായി വെടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Rabindranath Tagore renounced the knighthood that he had received in 1915. Gandhi soon began organizing his first large-scale and sustained non-violent protest campaign, the Non-Cooperation Movement. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നു. ടാഗോർ അദ്ദേഹത്തിന്റെ സർ പദവി വേണ്ടെന്ന് വയ്ക്കുന്ന ഈ സമയത്താണ് ഗാന്ധിജി ആദ്യത്തെ ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതിനുള്ള ഒരുക്കത്തിലേക്ക് പോകുന്നു. The then government of India ordered an investigation of the incident, which in 1920 censured Dyer for his actions and ordered him to resign from the military. അപ്പോൾ ഈ ജാലിയൻവാല ബാഗിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡയറിനോട് ആർമിയിൽ നിന്ന് പട്ടാളത്തിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഹണ്ടർ കമ്മീഷന്റെ തീരുമാനം വരുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ശക്തമായ പ്രതിഷേധം ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വരുന്നത്.